എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. അതിൻ്റെ ചതിയും വഞ്ചനയും എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജൂൺ 13-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതിയുള്ള ഓൺലൈൻ സിനഡിൽ നമ്മുടെ 5 മെത്രാന്മാർ ഒരു വിയോജന കുറിപ്പ് കൊടുക്കുകയുണ്ടായി. ആ വിയോജന കുറിപ്പിൽ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നപ്പോൾ ഈ വിയോജന കുറിപ്പ് വരും. ഇങ്ങനെ ഒരു വിയോജന കുറിപ്പ് ഓൺലൈൻ സിനഡിൽ ജൂൺ 14-ാം തീയതി വന്നാൽ ഈ കൽദായ ലോബിയിലെ ശക്തരായ മെത്രാന്മാർ അവർ റോമിലെ ഉന്നത അധികാരികളുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ തീരുമാനിച്ചുറപ്പിച്ച് എഴുതി വച്ചിരിക്കുന്ന ഒരു സർക്കുലർ ജൂൺ 14-ാം തീയതിയിലെ സിനഡിൽ അവതരിപ്പിച്ച് അതിൽ ആ സിനഡിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടായിരുന്നു അവർ അത് പുറത്തുവിടേണ്ടത്. കാരണം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ മെയ് 13-ാം തീയതി വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ സഭ ഒരു വ്യക്തിസഭയാണ്. നിങ്ങളുടെ ഒരു വ്യക്തിസഭയിൽ ആരാധനാക്രമത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കേണ്ടത് മാർപ്പാപ്പയല്ല, അത് നിങ്ങളുടെ സിനഡാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ആ സിനഡിനെ മറികടക്കാൻ ഞാൻ ആളല്ല. എനിക്ക് നിങ്ങളെ സഹായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുത്തോളൂ. പക്ഷെ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ ഉൾക്കൊള്ളുന്നവരെ അതിൽ ഉൾച്ചേർത്ത് അവരുമായി ചർച്ച ചെയ്യണമെന്നും നിങ്ങൾ സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് വേണം തീരുമാനമെടുക്കണമെന്നും മാത്രവുമല്ല, ഒരു കുർബാനയുടെ അന്തസത്ത അത് എങ്ങനെ ഏത് രീതിയിൽ അർപ്പിക്കുന്നു എന്നതിലല്ല, അത് എത്ര ഫലവത്തായി എല്ലാവർക്കും കൂടി അർപ്പിക്കാൻ സാധിക്കും എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അപ്പോൾ ആ മാർപ്പാപ്പ പറഞ്ഞത് സിനഡ്, അത് സിനഡ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് സിനഡ് അല്ല. പെർമനന്റ് സിനഡ് എന്ന് പറഞ്ഞാൽ 5 മെത്രാപ്പൊലീത്തമാരുള്ളതാണ്, അതല്ല. സിനഡ് എന്ന് പറഞ്ഞാൽ ജനറൽ സിനഡാണ്. ഏകദേശം 53 മെത്രാന്മാരുള്ള സിനഡാണത്. അപ്പോൾ ആ സിനഡ് ഒരുമിച്ച് കൂടി തീരുമാനിക്കേണ്ട കാര്യം ഇവർക്ക് മനസ്സിലായി. അവിടെ യോജന വരും, അവിടെ ഐക്യകണ്ഠേന ഇത് പാസ്സാക്കിയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം, ഇത് നേരത്തെ ഒന്ന് ലീക്ക് ഔട്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ ലീക്ക് ഔട്ട് ചെയ്തു പോയി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സമ്മർദ്ദം ചെലുത്തി ഈ രാഷ്ട്ര ബിഷപ്പിനെ കൊണ്ടും അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ട് ഒപ്പുവെപ്പിച്ച് അതിനെ ഒറിജിനലാക്കി. ഞങ്ങളുടെ അച്ഛന്മാർ ആ സർക്കുലർ നൽകിയതിന് ശേഷം നമ്മുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചതാണ്, ഒരു ഡൂക്രി സംഘടനയാണെങ്കിൽ പോലും പിതാവേ, ഒരു ഡൂക്രി സംഘടനയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ച് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് വരേണ്ട ഒരു റിപ്പോർട്ട്, അതിനെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും എല്ലാം കൂടി ചേർന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ ഒരുമിച്ചുള്ള ജനറൽ ബോഡി കൂടുന്നതിനേക്കാൾ മുമ്പ് അത്തരം റിപ്പോർട്ട് പുറത്തിറക്കിയാൽ അത് പുറത്തിറക്കിയതിന്റെ പേരിൽ തന്നെ ആ പ്രസ്ഥാനത്തിന്റെ ആ സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആ പ്രസ്താവനയിൽ ഒപ്പുവെക്കുമോ? എന്തുകൊണ്ട് പിതാവിന് പറയാമായിരുന്നില്ലേ, ജനറൽ സിനഡ് കൂടുന്നതിനേക്കാൾ മുൻപ് ഈ ഒരു സർക്കുലർ പുറത്തിറങ്ങിയത് ഞാൻ ഒപ്പുവെക്കില്ല? അതിനുള്ള ആർജവം, അതിനുള്ള സത്യസന്ധത എന്തുകൊണ്ട് പിതാവിന് ഇല്ലാതെ പോയി? മൗനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു ഡൂക്രി സംഘടനയാണെങ്കിൽ പോലും അപ്പോൾ അത്രമാത്രം നമ്മുടെ സിനഡ് അധപ്പതിച്ചിരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു സിനഡിന് ഇറക്കിയ സർക്കുലറിന് നൈയാമികമായ വാലിഡിറ്റിയില്ല.
നിയമപരമായ വാലിഡിറ്റി ഇല്ല. ആ വാലിഡിറ്റി ഇല്ല എന്നുള്ള കാര്യം പിന്നീട് ഈ മെത്രാന്മാർ 5 മെത്രാന്മാർ പുറത്തിറക്കിയ ഈ വിയോജനക്കുറിപ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂൺ 14-ാം തീയതി ഈ നേരത്തെ പുറത്തിറക്കിയ സർക്കുലറിന് സിനഡ് അംഗീകാരം കൊടുത്തിട്ടില്ല. അതിന്റെ തമാശ നിങ്ങൾ നോക്കൂ, എന്തെല്ലാം തമാശയുണ്ടെന്ന്. ഞങ്ങൾ പിതാക്കന്മാരോട് ചോദിച്ചു, ഇതിന് നിങ്ങൾ അംഗീകാരം കൊടുത്തോ? അപ്പൊ പിതാക്കന്മാർ പറയുന്നത് ഉണ്ടാണ്, അതിനെങ്ങനെ അംഗീകാരം കൊടുക്കണേ? സിനഡ് ഒരുമിച്ച് കൂടുന്നതിനേക്കാൾ മുൻപ് പുറത്തിറക്കിയ സാധനത്തിന് അംഗീകാരം കൊടുക്കണതിന് അർത്ഥമില്ല. അപ്പോൾ സിനഡിന്റെ അംഗീകാരമില്ലാത്ത ഒരു സർക്കുലർ ആയതിനാൽ അതിന് നൈയാമികമായ വാലിഡിറ്റി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ നൈയാമികമായ വാലിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ജൂലൈ 3-ന് ശേഷം എന്ത് സംഭവിക്കും? ഞങ്ങൾ 400 വൈദികർ ഈ സർക്കുലറിനെതിരെ പേഴ്സൺ ടു പേഴ്സൺ വ്യക്തിപരമായിട്ട് ഓരോരുത്തരും മേജർ ആർച്ച് ബിഷപ്പിനും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും റിവ്യൂ പെറ്റീഷൻ അയച്ചിട്ടുണ്ട്. റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിതിന് പരാതിയുണ്ട്, ഈ റിപ്പോർട്ട് ഈ സർക്കുലർ സത്യസന്ധമല്ല, കാനോനികമായിട്ട് ഇതിന് നിലനിൽപ്പില്ല, അതിനവർ മറുപടി തരണം. അതിന് അവർ മറുപടി തന്നാൽ പിന്നീട് ഫർദർ ഞങ്ങൾക്ക് സുപ്രീം കോടതി, സഭയുടെ സുപ്രീം കോടതിയായി സിംഗത്തൂര വരെ പോകാം. നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റൊരു കാര്യം അച്ഛന്മാർ ചെയ്തിട്ടുണ്ട്. അപ്പം ജെറി അച്ഛനൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെ പിന്നാലെ നടന്ന് എല്ലാം ചെയ്യുന്ന നമ്മുടെ ജെറി ഞാളിയത്തച്ഛന് ഒരു നല്ല കയ്യടി കൊടുക്കേണ്ടതാണ്. ജെറി ഞാളിയത്തച്ഛൻ, അലക്സ് കരീമയുടെ അച്ഛൻ, ഇവരൊക്കെ പുറത്ത് യുദ്ധത്തിലുള്ള പ്രവർത്തിക്കുന്നവരാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വത്തിക്കാനിൽ ഒരു കാര്യാലയമുണ്ട്, ഡിക്കാസ്ട്രി ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും സിനഡോ ഏതെങ്കിലും മെത്രാനോ അവിടുത്തെ വിശ്വാസികൾക്കും വൈദികർക്കും വേണ്ടി ഒരു പൊതു നിയമം പാസാക്കിയാൽ ആ ടെക്സ്റ്റിൽ കാനോനികമായ തെറ്റുകളുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ഈ ഡിക്കാസ്ട്രി ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റിന് പരാതി കൊടുക്കാം. 400 വൈദികർ ഒപ്പിട്ട പരാതി കൊറിയർ ഞാൻ തന്നെ അയച്ചേക്കണേ, എൻ്റെ പേരിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ പരാതി അവിടെ ചെല്ലും. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുന്നു? അതുകൊണ്ട് ഞാൻ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്, ഈ കുറിപ്പ് ഇറക്കിയപ്പോൾ നിങ്ങൾ നോക്കണം, ഈ കുറിപ്പ് സിനഡാനന്തര കുറിപ്പ് മുഴുവൻ കള്ളത്തരമാണ്. നമ്മൾ ഈ പച്ചക്കള്ളെന്ന് പറയില്ലേ, പച്ചക്കള്ളം എങ്ങനെ പിതാക്കന്മാരൊക്കെ പറയണേന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ കാരണം എന്നറിയൂ? ഈ ജൂൺ 21-ന് മുൻപ് ജൂൺ 14-ാം തീയതി അവരുടെ ഓൺലൈൻ സിനഡ് കൂടി അവിടെ വിയോജനക്കുറിപ്പ് വന്നു. അതുകൊണ്ട് ചർച്ചകൾ അവിടെ തീർന്നില്ല. ആ ചർച്ചകൾ ജൂൺ 19-ാം തീയതി അടുത്ത ഒരു ഓൺലൈൻ സിനഡിലേക്ക് വെക്കുന്നു. ആ അടുത്ത ജൂൺ 19-ാം തീയതി ഓൺലൈൻ സിനഡിൽ വന്നപ്പോൾ വിയോജനക്കുറിപ്പിലുള്ള വൈദികർ പറഞ്ഞു, നമ്മുടെ അച്ഛന്മാരുമായിട്ട് ഞങ്ങളൊന്ന് സംസാരിക്കാം. അങ്ങനെ ചില അച്ഛന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു, അച്ഛന്മാരുമായി സംസാരിച്ചു, ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമോ ഒന്നുമില്ല, ഒരു സമവായവും ഇതിലില്ല. ഞങ്ങളെപ്പോഴും പറഞ്ഞത്, ജനാഭിമുഖ കുർബാന നിയമാനുസൃതമായി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ലഭിക്കാത്ത പക്ഷം ഏകീകൃത കുർബാന ഞങ്ങൾ അർപ്പിക്കില്ല എന്നാണ്. അവരെപ്പോഴും എല്ലാ ചർച്ചയിലും അതാണ്. ഞങ്ങൾ ഏകീകൃത കുർബാന വേണമെങ്കിൽ ഒരെണ്ണം ചൊല്ലാം, പക്ഷേ നിങ്ങളുടെ സിനഡാനന്തര കുറിപ്പിൽ ഈ ജനാഭിമുഖ കുർബാന നിയമാനുസൃതമായി ചൊല്ലാനുള്ള സൂചനകൾ വേണം. അങ്ങനെ 20-ാം തീയതി 21-ാം തീയതി 11 മണിക്കാണ് ഈ സിനഡാനന്തര കുറിപ്പ് വരുന്നത്. 20-ാം തീയതി ബോസ്കോ മെത്രാൻ വിയോജനക്കുറിപ്പിട്ട 5 മെത്രാന്മാരും അഡീഷണലായിട്ട് തോമസ് ചക്കേത്ത് മെത്രാനും ഞങ്ങളുടെ ഫൊറോന വികാരിമാർ, കൺസൾട്ടേഴ്സ് ഫോറം, ഞങ്ങൾ ആദ്ഹോ കമ്മിറ്റി അംഗങ്ങൾ അവരെ ഓൺലൈനിൽ വിളിച്ചു കൂട്ടി. അങ്ങനെ ഓൺലൈനിൽ വിളിച്ചു കൂട്ടിയപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു അച്ഛൻ പറഞ്ഞു, പിതാവേ, ഇതൊരു പ്രഹസനമാക്കി മാറ്റരുത്. നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ വിളിച്ചിരിക്കുന്നു, നിങ്ങൾ സിനഡാനന്തര കുറിപ്പിൽ എന്താ പറയാൻ പോണെന്ന് ഇപ്പം തന്നെ ഞങ്ങൾക്കറിയാം. അച്ഛന്മാരുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഒരു ദിവസം ഞായറാഴ്ച കടമുള്ള ദിവസം ഏകീകൃത കുർബാന ചൊല്ലാം എന്ന് നിങ്ങൾ രേഖപ്പെടുത്തും. അത് സത്യസന്ധമല്ല, അതിനാണെങ്കിൽ ഞങ്ങളില്ല.
ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചേക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഇത് ചർച്ചയല്ല, ഇത് സിനഡിൻ്റെ ചില കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു, നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാനാണ്, ചർച്ചകളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 മണിക്കൂർ, 9 മണി തുടങ്ങി 20-ാം തീയതി 9 മണി തുടങ്ങി 11 മണി വരെ ചർച്ച ചെയ്തപ്പോൾ ഈ ബോസ്കോ പുത്തൂർ നമ്മുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോട് ഞങ്ങൾ പറഞ്ഞു, ഈ സിനഡാനന്തരക്കുറിപ്പ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്. അത് ജനാഭിമുഖ കുർബാന നിയമാനുസൃതമായി ചൊല്ലാം. കാരണം ഞങ്ങളുടെ പല പള്ളികളും കോടതികളിൽ കേസുകളിലാണ്. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനൊരു സൂചന ഉണ്ടാകും. ഞങ്ങൾ വക്കീലിൻ്റെ കൂടത്ത് സർക്കുലർ ഈ കുറിപ്പ് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൂടി ചേർത്ത് വക്കീലന്മാരെയൊക്കെ കാണിച്ച്, അവർ കാണിച്ചു കൊടുത്ത വക്കീൽ MTLS-ൻ്റെ വക്കീൽമാരായിരുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് മനസ്സിലായ ചതി? അപ്പോൾ നമ്മൾ കൃത്യം, അതുകൊണ്ട് എന്ത് പറ്റി? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. എന്തുകൊണ്ട് രാത്രി 11 മണിക്ക് അവർ സർക്കുലർ പ്രസിദ്ധീകരിച്ചു? എങ്ങനെ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്നു? പ്രിയമുള്ളവരെ, വർഷങ്ങളായിട്ട് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോഴെല്ലാ കുറിപ്പുകളും പച്ചപ്പാതിരിക്കാണ് അവരിറക്കുന്നത്. കാരണം നമ്മൾ ആ സമയത്ത്, അല്ലെങ്കിൽ അപ്പോൾ തന്നെ അൽമായ മുന്നേറ്റത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അതിരൂപത സംരക്ഷണ സമിതിയുടെ പേരിലോ അതിനെ ഡിനൈ ചെയ്തുകൊണ്ട് മറ്റൊരു കുറിപ്പ് നമ്മളിടും, പത്രങ്ങളിൽ അത് ഒപ്പം വരും. അപ്പോൾ ഇവരെന്ത് ചെയ്തു? സാധാരണ 11 മണിക്ക് കൊടുക്കുന്ന വാർത്തകളൊന്നും പത്രങ്ങളിൽ കയറാറില്ല. അപ്പോൾ ഇവരെന്ത് വിളിച്ചു പറഞ്ഞു കാണും? അതിരൂപതയിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി മെത്രാന്മാർ ഒരു കൺസെഷൻ കൊണ്ടുവന്നിരിക്കുക, ഇനി ശിക്ഷാവിധിയില്ല, ഇനി എക്സ്റ്റർമിനേഷൻ മഹറോൺ ഇല്ല, അതിന് പകരം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിൽ ഒരു കുർബാന മാത്രം ചൊല്ലിയാൽ മതി. കണ്ട, അപ്പം നിങ്ങളൊക്കെ മനോരമയിൽ ഇത് കേട്ടപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ കൈയടിച്ച് സന്തോഷമായി ഹല്ലേലൂയ സ്തോത്രം, എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഒരു കുർബാന ചൊല്ലിയാൽ മതിയില്ല. ചതിയ. കാരണം ആ സർക്കുലർ നിങ്ങൾ വായിച്ചു നോക്കണം. ആദ്യത്തെ ചതി ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുകയാണ്, ജൂൺ 9 ഇറങ്ങിയ സർക്കുലറിന് സാധുതയുണ്ട്. അതായത് സിനഡ് അംഗീകരിക്കാത്ത ടെക്സ്റ്റ് ആ സിനഡ് പിൻവലിച്ചിട്ടില്ല. എന്ത് ബോഷ്കാന്ന് നോക്കുക. ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ പിൻവലിക്കില്ല. ഇതെന്താണിത്? ഏത് ധാർമ്മികതയാണെന്ന് എനിക്കൊരു പിടിയില്ല. ഇനി അതിന് സാധ്യതയുണ്ടെന്ന് വെച്ചേക്കണോ? അത് തീർച്ചയായിട്ടും കോടതികളിൽ വീണ്ടും ഈ പ്രശ്നങ്ങൾ ഗുരുതരമാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീണ്ടും ഈ ഇടവകകളിൽ കലാപത്തിന്റെ അഗ്നി കോരിയിടാൻ വേണ്ടിയിട്ട് മാത്രം ഈ സർക്കുലർ, ഈ സിനഡാനന്തരക്കുറിപ്പ് സഹായിക്കുകയുള്ളൂ. കാരണം ഇനിയും ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞു, അവരതിന് പറഞ്ഞിരിക്കണേന്നറിയും. അതെന്തിനാ? നിങ്ങൾക്ക് ഈ ഏകീകൃത കുർബാനയിൽ ഒരു പരിശീലനം ആവശ്യമുണ്ട്, കാറ്റക്കീസിസ്. അപ്പം അതിനുള്ള ഒരു സമയമായിട്ടാണിത്. എന്ന് വെച്ചാൽ ഓഗസ്റ്റിൽ നമ്മളെങ്ങാനും ഏകീകൃത കുർബാന എല്ലാ പള്ളികളിലും ഒരെണ്ണം ചൊല്ലിയാൽ ഓഗസ്റ്റിൽ സിനഡിൽ വരുമ്പോൾ അവർ പറയും കാറ്റക്കീസിസ് അവസാനിച്ചു, എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന ഒരെണ്ണെങ്കിലും ചൊല്ലി. എല്ലാവർക്കും ഇതെന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനി മുതൽ എല്ലാ കുർബാനയും ഏകീകൃതമായിരിക്കണം എന്ന് പ്രഖ്യാപിക്കാനായിട്ടുള്ള ഒരു തട്ടിപ്പാണത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ തട്ടിപ്പുകൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഇതാണ് നമ്മൾ വഞ്ചന എന്ന് പറയുന്നത്. ഈ സിനഡ് പിതാക്കൾ, പ്രിയമുള്ളവരെ, ഞാനിന്ന് രാവിലെ കുഴിപ്പള്ളി പള്ളിയിൽ പ്രസംഗിക്കുകയുണ്ടായി. നിങ്ങൾ ഈ നടപടി പുസ്തകം 15-ാം അധ്യായം എടുക്കണം. ജെറുസലേം സുനഹദോസ്, ഏറ്റവും ആദ്യത്തെ സുനഹദോസ് ജെറുസലേം സുനഹദോസാണ്. പത്രോസാണ് മേജർ ആർച്ച് ബിഷപ്പ് എന്നോ പാത്രിയാർക്കെന്നോ എന്തെങ്കിലും പറയും, മേജർ ആർച്ച് ബിഷപ്പ്. ഇന്ന് ഇവിടെ കൽദായ ലോബി, ശക്തരായ ഒരു കൽദായ ലോബി മെത്രാന്മാരുള്ളതുപോലെ ആ സുനഹദോസിൽ ഏറ്റവും പ്രബലമായ ഗ്രൂപ്പ് ആരായിരുന്നു? പരിച്ഛേദനം സ്വീകരിച്ച ഫരിസേയർ ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. യഹൂദമതത്തിൽ നിന്നും പരിച്ഛേദനം സ്വീകരിച്ച അപ്പസ്തോലന്മാരും പൗലോസും ഉൾപ്പെടെ എല്ലാവരും പരിച്ഛേദനം സ്വീകരിച്ച വ്യക്തികൾ യഹൂദരാണ്. അവരാണ് ഏറ്റവും പ്രബലമായ ടീം. ആ ടീം ഒരു വാദം കൊണ്ടുവന്നു. എന്താ വാദം? ക്രിസ്തുമതം സ്വീകരിക്കുന്നവൻ മോശയുടെ നിയമം പാലിക്കണം. മോശയുടെ നിയമം എന്താ? പരിച്ഛേദനം.
ആ സമയത്താണ് വിജാതിയുടെ അപ്പസ്തോലനും ബാർന്നബാസും കൂടി കൊറിന്ത്യസിൽ എന്ത് സംഭവിച്ചു, സമരിയായിൽ എന്ത് സംഭവിച്ചു, ഒത്തിരി വിജാതികളായിട്ടുള്ള ജനങ്ങൾ, യഹൂദരല്ലാത്ത ജനങ്ങൾ ഉദ്ധിതനായ ക്രിസ്തുവിനെ ക്രൂശിതനായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകൾ പറയണം. അപ്പോൾ അവർ പറഞ്ഞു, ഈ പ്രബലമായ ഗ്രൂപ്പ് പറയുന്നത് മഹാബദ്ധമാണ്. വിജാതികൾക്ക് പരിചിതമില്ലാത്ത പരിച്ഛേദനം അത് അവർ സ്വീകരിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, കടുത്ത വാദപ്രതിവാദങ്ങൾ നടന്നു. നിങ്ങൾ വായിച്ചു നോക്കുക. 15-16 അധ്യായത്തിൽ സൂനഹദോസിന്റെ തീരുമാനം, മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ പാട്രിയാർക്ക് അല്ലെങ്കിൽ മാർപ്പാപ്പ ആ മഹായിടയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പരിച്ഛേദനം മോശയുടെ നിയമം എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷെ വിജാതികൾക്ക് പരിച്ഛേദമില്ലാത്ത കാര്യമാണ്. അവർ ക്രിസ്തുവിന്റെ കൃപയാണ് സ്വീകരിച്ചത്. പരിച്ഛേദനം സ്വീകരിച്ചവരും പരിച്ഛേദനം സ്വീകരിക്കാത്തവരും ക്രിസ്തുവിന്റെ കൃപയിലാണ് വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് അത് നിയമമാക്കാൻ പറ്റില്ല. അവരൊന്ന് ചിന്തിച്ചു നോക്കി, അന്നെങ്ങാനും ഈ പ്രബലമായ ഒരു ലോബിയുടെ, ശക്തരായ ഫരിസേയ ലോബിയുടെ ആ അഭിപ്രായം എങ്ങാനും പത്രോസ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളിവിടെ ഇരിക്കുവോ? ഞാനും നിങ്ങളിവിടെ ഇരിക്കുമെന്ന് ചിന്തിക്ക്. പരിച്ഛേദനം സ്വീകരിക്കുക യഹൂദരുടെ ഇടയിൽ ഒരു സെക്റ്റായിട്ട് ക്രിസ്ത്യാനിറ്റി മാറിയനെ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപ അതെന്തുകൊണ്ട് ഇതാണ് ഇന്ന് നമ്മുടെ ശിരപിതാക്കന്മാർക്ക് എല്ലാവരും പോകുന്നത്. പരിശുദ്ധാത്മാവിന്റെ കൃപയില്ല. പരിശുദ്ധാത്മാവ് മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കുറെ വർഷമായി. അത് പറവൂർ ഫൊറോനയിലെ ഇടവകകളിലുണ്ട്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകളിലുണ്ട്, നമ്മുടെ വൈദികരിലുണ്ട്, നമ്മുടെ സന്യസ്തരിലുണ്ട്, നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ കൈയല്ലേ ഈ ആർച്ച് ബിഷപ്പ് ആണ്ടൂർ സ്ഥാനത്തിന് രഹസ്യമായി വിട്ട ഒരു ഈമെയിൽ മാറിപ്പോയത് എങ്ങനെയാണ്? അത് വന്നുപെട്ടത് അദ്ദേഹം വിചാരിച്ച വ്യക്തിയുടെ പേരിലല്ല, മറ്റൊരാളുടെ ഇമെയിലേക്ക് വിട്ടു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, ഒരു പൊളിറ്റിക്കൽ സീക്രട്ട് ആരും അറിയില്ല. ദൈവം എന്തുകൊണ്ട് നമ്മളെ അറിയിച്ചു? നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. പ്രിയമുള്ളവർ, എനിക്ക് എപ്പോഴും ഈ കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് ഈ ഭൂമിയുടെ വാടും ഈ ലിറ്റർജിയൊക്കെ ഓർക്കും, ദൈവം എവിടെ ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സർക്കുലർ 14-ാം തീയതിയുടെ സിനഡിന് മുൻപ് 9-ാം തീയതി ഇറക്കി വിട്ടിരുന്നത് പരിശുദ്ധാത്മാവാണ്. അത് നമുക്ക് അതുകൊണ്ട് എന്ത് പറ്റി? നമുക്കൊക്കെ മനസ്സിലായി ഇത് കള്ളത്തരമാണെന്ന്, നോർമലല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നൈയാമികമായിട്ട് തന്നെ നിലനിൽക്കാൻ നമുക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ജൂലൈ 7-ന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ചോദ്യം നിങ്ങൾക്ക്, ഞാൻ ഇന്നലെ എളംകുളം പള്ളിയിൽ പോയിരിക്കുകയാണ്. എളംകുളം പള്ളിയിൽ നമ്മുടെ ജോയി അയ്യാട് വെച്ചത് പ്രബലമായൊരു MTNS ഗ്രൂപ്പുള്ള സ്ഥലം, കേസുകൾ കൊടുത്തിരിക്കുന്ന സ്ഥലം. അച്ഛൻ എന്ത് ചെയ്തു? പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണക്കുറിപ്പ് ഇന്ന് വൈകുന്നേരം ഉണ്ടാവും. പ്രിയാദോസ് കൂടാനും ഷൈജു ആന്റണിയും വരും. ഇവിടെ ഇന്ന ഗ്രൂപ്പൊന്നുമില്ല, എല്ലാ ഗ്രൂപ്പുകൾക്കും വരാം. എല്ലാ ഗ്രൂപ്പുകളും വന്നു. വളരെ ശക്തമായിട്ട് ഞാനും ഷൈജുവും അവിടെ ഉണ്ടായിരുന്നു. ശക്തമായ ചോദ്യങ്ങളുമായിട്ടാണ് MTNS പേരൊന്നും പറയേണ്ട പ്രബലരായ ഒരു ടീം അവിടെയുണ്ട്. അവർ ശക്തമായ ചോദ്യങ്ങൾ ചോദിച്ചു. അവർ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. എന്താണെന്ന് അവർ പലതിനും നമ്മൾ കൃത്യമായ ഉത്തരം അവർ പറയുന്നത്, മാർപ്പാപ്പ പറഞ്ഞിട്ട് നമ്മൾ അനുസരിക്കാതിരിക്കുന്നത് ശരിയാണോ എന്ന്. പ്രിയമുള്ളവരെ, മാർപ്പാപ്പ പറഞ്ഞതൊക്കെ നമ്മൾ അനുസരിച്ചിട്ടുണ്ടാകും. ഈ മാർപ്പാപ്പ പറഞ്ഞാൽ നിങ്ങൾ ദൈവീരാവിനെ കുറ്റം പറയുന്നത് ഞാൻ സത്യം പറയാണ്. പോൾ 6-ാമൻ മാർപ്പാപ്പ ഹുമാനരീത്തെ എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം എഴുതി. ഒരു ചാക്രിക ലേഖനം എഴുതിക്കഴിഞ്ഞാൽ ചാക്രിക ലേഖനത്തിന്റെ ആ ഇഫക്റ്റ് അത് ധാർമ്മികമായിട്ട് വാലിഡിറ്റി ഉള്ളതാണ്. നമ്മളെല്ലാവരും അനുസരിക്കാൻ ബാധ്യത. പോൾ 6-ാമൻ മാർപ്പാപ്പ എന്താ പറഞ്ഞതെന്നറിയോ? ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാത്തവരൊന്ന് കൈവക്കി. ലോകത്തിലെ ഏത് കത്തോലിക്കനാണ് ഗർഭനിരോധന മാർഗം ഉപയോഗിക്കാത്തവര്? അത് പാപമാണെന്നാണ് പോൾ 6-ാമൻ മാർപ്പാപ്പ ഹുമാനിറ്റിക്ക് ചാക്രിക ലേഖനത്തിൽ എഴുതി വെച്ചത്. ആ മാർപ്പാപ്പയെ നമ്മൾ അനുസരിച്ചോ? ഇല്ല. പ്രായോഗികമായിട്ട് അനുസരിക്കാൻ പറ്റിയ കാര്യമല്ലാത്തതുകൊണ്ട് അനുസരിച്ചില്ല, അല്ലേ? ശരിയല്ലേ?
ചോദ്യത്തിന് മറുചോദ്യമില്ല. അടുത്തത് ജർമ്മൻ ബിഷപ്സ് ഈ അടുത്ത കാലത്ത് ഹോമോസെക്ഷൽ എന്ന് വെച്ചാൽ സ്വവർഗ വിവാഹം കഴിക്കുന്നവരുടെ വിവാഹം പള്ളിയിൽ വെച്ച് ആശീർവദിച്ചു കൊടുക്കാൻ തുടങ്ങി. പെണ്ണിന്റെയും ആണിന്റെയും ആണിന്റെയും. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ചെയ്യാൻ പാടില്ല, കത്തോലിക്ക കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തു പോകും. ജർമ്മൻ ബിഷപ്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അച്ഛന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് മെത്രാനെ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്താക്കി? ഏത് അച്ഛനെ പുറത്താക്കി? നോ, ആരെയും മഹ്റം ചൊല്ലിയിട്ടില്ല. ഈ മഹ്റോൻ എന്നുള്ള വാക്ക് ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളുടെ പള്ളിയിൽ പറഞ്ഞു. ആരും പത്രക്കാർക്കൊന്നും പിടിയിട്ടില്ല മഹ്റോൻ. കാരണം പണ്ടൊക്കെ ആയിരുന്നു നമുക്ക് പിടികിട്ടും. ഇപ്പോ മഹ്റോൻ എന്ന് പറഞ്ഞു ഇവിടുത്തെ പുതിയ തലമുറയ്ക്ക് അറിയാൻ പാടില്ല. അപ്പൊ ആരോട് പറഞ്ഞു അഹ്റോന്റെ അടിയനാണ് മഹ്റോൻ എന്ന് പറഞ്ഞു. അല്ലാണ്ട് എന്ത് ചെയ്യണേ? പ്രിയമുള്ളവരെ അങ്ങനെ പുറത്താക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കത്തോലിക്ക സഭയിൽ എന്തെല്ലാം മാറ്റം. ഇനി മാർപ്പാപ്പ പറഞ്ഞു, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, പെസഹ വ്യാഴാഴ്ച കാല് കഴിയുമുത്തൽ. ആ കാല് കഴിയുമുത്തൽ 12 പുരുഷന്മാരുടേതാണെന്ന് ആയിരുന്നു ആദ്യം. നിയമം മാറ്റി 12 പേർ. എൻ്റെ മാർപ്പാപ്പ തന്നെ ജയിലിൽ പോയി സ്ത്രീകളുടെ കാലടി മുത്തി. ലത്തീൻ രീതിയിലുള്ള എല്ലാവരും സ്ത്രീകളുടെ അച്ഛന്മാര് സ്ത്രീകളുടെ കാലുകഴി മുത്തിയിട്ട് ഒരു കുഴപ്പമില്ല. സീറോ മലബാർ വൈദിക സഭ തീരുമാനമെടുത്ത് മൗണ്ടിൽ നിന്ന്, എന്താ, ഞങ്ങൾ പൗരസ്ത്യരാണ്, ഞങ്ങൾ സ്ത്രീകളുടെ കാലിൽ ചുംബിച്ചാൽ അതിലേക്ക് ഞാൻ ഗർഭം ധരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് സീറോ മലബാർ സഭ. വേണ്ട, നമ്മൾ സ്ത്രീകളുടെ കാല് കഴിയും മുത്തുണ്ട. കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ച നമ്മുടെ യോയോ എന്ന് പറയുന്ന നമ്മുടെ പനവേലി ജെയിംസ് പനവേലി അച്ഛൻ, അവിടെയുള്ള ഫാമിലി യൂണിറ്റിന്റെ 10 പേര്, പെണ്ണുണ്ട് ആണുണ്ട് എല്ലാവരും ഉണ്ട്, ചെറുപ്പക്കാരുണ്ട്, വല്യമ്മമാരുണ്ട്, എല്ലാവരും കാല് കഴിയും മുത്തി. ഒരു കുഴപ്പമുണ്ടായില്ല, ആർക്കൊരു കുഴപ്പമുണ്ടായില്ല. നമുക്ക് മനസ്സിലായ? ഇനി ഫ്രാൻസിസ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞു, ജോസഫ് റാറ്റ്സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുകൊണ്ട് ഔസപിതാവിനെ നമ്മുടെ കുർബാനയിൽ ഔസപിതാവിന്റെ പേര് പറയണമെന്ന് പറഞ്ഞു. നമ്മുടെ മൗണ്ടിൽ ഞാൻ ആ ചർച്ചയിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും എതിർത്തു. ഞാനന്ന് CLC യിലുണ്ട്. CLC എന്ന് പറഞ്ഞാൽ സംഘടനയല്ല, സെൻട്രൽ ലിറ്ററേച്ചർ കമ്മിറ്റിയിലുണ്ട്. ഞങ്ങളവിടെ ചർച്ച ചെയ്ത് ഈ കൽദായക്കാരൻ ചൊട്ടയ്ക്ക് സമ്മതിക്കില്ല. ഔസപിതാവിന്റെ പേര് പറയാൻ പറ്റില്ല. മാതാവിന്റെ പേര് പറഞ്ഞു, ഔസപിതാവിന്റെ പേര് പറഞ്ഞു. എന്തോ അലർജി ഔസപിതാവിനോട്. നിങ്ങക്ക് മനസ്സിലായോ? പണ്ടത്തെ അഭിനച്ചന്റെ പാട്ടിൽ ഇങ്ങനെ ഉണ്ടല്ലോ, കന്യാമേരി. അതിന്റെ മറുപടി എന്താ പറയുന്നത്? വല്ലഭനാം, അല്ലെ? മാതാവിന്റെ വല്ലഭനാം ഔസപിതാവിനെ ഓർക്കുന്നുണ്ടോ? അത് ആബേലച്ചൻ 68 കുർബാനയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. മാർപ്പാപ്പ പറഞ്ഞേക്കാളും മുൻപ് തന്നെ ഔസപിതാവിന്റെ പേര് ചേർത്ത സഭയാണ് സീറോ മലബാർ സഭ. എന്നിട്ട് ഇവിടെ നിന്നിട്ട് പറയുന്നത് ഔസപിതാവിന്റെ പേര് ചേർക്കാൻ പറ്റും. നിങ്ങൾ നോക്കുക, ഇപ്പോഴും ചേനാശ്ശേരി കാഞ്ഞിരപ്പള്ളിയിൽ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഔസപിതാവിനെ ചേർക്കാറില്ല, ഔസപിതാവിനെ ചേർക്കില്ല, മാതാവ് മാത്രമേ ഉള്ളൂ. അപ്പോ എത്ര കാര്യങ്ങളാണ് ഈ മാർപ്പാപ്പ പറഞ്ഞിട്ട് നമ്മുടെ സിനഡ് ചെയ്യാത്തത്. എന്നിട്ട് ഇപ്പൊ പറയുള്ളൂ നമ്മുടെ ഒരു കാര്യം മാത്രം മാർപ്പാപ്പ പറഞ്ഞു. ഇനി എന്റെ പുറത്തേക്ക് കയറണ്ട, നിങ്ങളുടെ സിനഡായി, നിങ്ങൾ സിനഡ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് ശുദ്ധമായിട്ടുള്ളൊരു ചതിപ്രയോഗങ്ങളാണ്. കഴിഞ്ഞ 100 വർഷമായി എറണാകുളം അങ്കമാലി രൂപതയോട് കാണിക്കുന്ന ഒരു വലിയ ചതിയാണെന്ന് ഓർക്കണം. ഈ ചതിക്ക് നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. ക്രിസ്തു സത്യമാണ്, ക്രിസ്തു നീതിയാണ്, ക്രിസ്തു ധാർമ്മികതയാണ്. സത്യവും ധാർമ്മികതയും ഇല്ലാതെ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അനുസരണം, എന്തനുസരണം? ദയവ് ചെയ്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അനുസരണം വിലയേക്കാൾ ശ്രേഷ്ഠം. എൻ പ്രിയമുള്ളവർ, ദയവ് ചെയ്ത് വീട്ടിൽ പോയിട്ട് നിങ്ങളൊന്ന് അല്പം പഠിക്കുക. 1 സാമുവേൽ അധ്യായം 15 വായിക്കാം. എന്താ അതിൻ്റെ അർത്ഥം? അവിടെയാണ് ഈ അനുസരണം വിലയേക്കാൾ. എന്താ അതിൻ്റെ കാരണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഈ MTNS അനുസരണയ്ക്ക് വലിയേക്കാൾ ശ്രേഷ്ഠം. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഈ അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞ പഴയ നിയമത്തിലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 സാമുവേൽ അധ്യായം 15. അതായത് ശൗൽ ആദ്യത്തെ ഇസ്രായേൽ രാജാവിനോട് ദൈവം പറയുക, അമലോക്യരുമായിട്ട് യുദ്ധം ചെയ്യുക. അമലോക്യരെ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, അവരെ ഒന്നും അവശേഷിപ്പിക്കാൻ പാടില്ല.
അവർ കഴുതക്കുട്ടിയും കഴുതേനെയും കാളേനെയും എല്ലാത്തിനും ഉന്മൂലം നശിപ്പിക്കാനേ പറഞ്ഞു ദൈവം. അങ്ങനെ സാമുവേൽ ചെന്ന് സാമുവേലിനോട് പറഞ്ഞു, അവരൊക്കെയുമായിട്ട് യുദ്ധം ചെയ്യാൻ കർത്താവ് പറയുന്നു. ഒന്നിനെയും എടുക്കാൻ പാടില്ല, അവരോടൊരു വസ്തു എടുക്കാൻ പാടില്ല. അവരൊക്കെയുമായി യുദ്ധം ചെയ്ത് വിജയിച്ചു. ദൈവം സാമുവേലിനോട് പറഞ്ഞു, അമലോക്കരുമായിട്ട് യുദ്ധം ചെയ്തു, പക്ഷേ ശൗൽ എന്നെ അനുസരിച്ചിട്ടില്ല, വാക്ക് തെറ്റിച്ചിട്ടുണ്ട്, നീ അവനോട് പോയി ചോദിക്കുക. അപ്പോൾ ചെന്ന് നോക്കിയപ്പോ ശൗൽ എന്നിട്ട് ചെയ്തെന്നറിയോ? അമലോക്കരുടെ നല്ല അടിച്ചു കൊടുത്ത കാളകളെയും ഒട്ടകങ്ങളെയും എല്ലാം ഇതിനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ? ഇതിന് മാത്രം ഇറച്ചിയാ, ഈ നല്ല ഇറച്ചി നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? അതുകൊണ്ട് പുള്ളി ഇതിനെല്ലാത്തിനെയും വാരിക്കൊല്ലി, ഇതിനെയൊക്കെ കൊല്ലാന്ന് പറഞ്ഞാൽ ഒരു പാദം മനുഷ്യനെ കൊല്ലാൻ കുഴപ്പമില്ല, ഇതിനെ കൊല്ലാൻ പാടില്ല, കാരണം അതിന് പുള്ളിയിലാക്കാനുള്ളതാ. എല്ലാത്തിനും പിടിച്ചു കിട്ടിക്കൊണ്ടു. അപ്പോഴാണ് ശൗൽ ഒരു നുണ പറഞ്ഞു സാമുവേലിനോട്. എന്തിനാണ് നുണ പറഞ്ഞത്? ഞാനിത് പിടിച്ചു കെട്ടിക്കുന്നത് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല, ഇത്രയും കൊഴുത്ത കാളക്കുട്ടികളെ കണ്ടപ്പോൾ ദൈവത്തിന് ബലിയർപ്പിക്കാമെന്ന് കരുതി. അപ്പോഴാണ് സാമുവേൽ പറഞ്ഞത്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. കണ്ട, ദൈവത്തെ പറ്റിക്കാൻ നോക്കിയപ്പോഴാ. അതിന് നിങ്ങൾക്ക് ഈ കോണ്ടെക്സ്റ്റ് അറിയാൻ വേണ്ടത്. അച്ഛാ, ബലിയേക്കാൾ ശ്രേഷ്ഠ അനുസരണമല്ലേ? ഇനി അച്ഛന്മാർ, ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛന്മാർ പട്ടം സ്വീകരിക്കുമ്പോൾ അനുസരണം വാഗ്ദാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന ഡോക്യുമെന്റ് നമ്മുടെ സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ കൈകൊണ്ട് തൊടില്ല, വായിക്കില്ല. കാരണം എന്താണെന്നറിയോ? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചാൽ, കൃത്യമായിട്ട് വായിച്ചാൽ ഇവരിപ്പോൾ ചെയ്യുന്നതൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ 1567 എന്താ പറയണേ? ഒരു മെത്രാൻ തൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴി ഒരു വൈദികാർത്ഥിയെ വൈദികനായി ഉയർത്തുമ്പോഴും ആ വൈദികാർത്ഥി മെത്രാന് സ്നേഹചുംബനം കൊടുക്കുമ്പോഴും ആ മെത്രാൻ ആ വൈദികനെ സ്വന്തം മകനായും സഹോദരനായും സുഹൃത്തായും സഹപ്രവർത്തകനുമായി പരിഗണിക്കുമ്പോൾ അതിന് പകരം ആ വൈദികൻ ആ മെത്രാന് നൽകുന്ന സ്നേഹത്തിന്റെ പ്രതീകമാണ് അനുസരണം. ഈ അജിയച്ഛനെ താമരശ്ശേരിയിലെ റെമീജിയസ് പിതാവ് മകനായിട്ട് കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ മകനായിട്ട് കണ്ടിട്ടുണ്ടോ? സഹോദരനായി കണ്ടിട്ടുണ്ടോ? സഹപ്രവർത്തകനായി കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ ഇവർ നമ്മളുമായിട്ട് ചിന്തിക്കില്ലേ, ആലോചിക്കില്ലേ? ഏതപ്പനാണ് നിർണായകമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ നീ ഓടാ, നിന്നോടൊന്നും ചോദിക്കാൻ എനിക്ക് നേരെയില്ല എന്ന് പറഞ്ഞാൽ അപ്പനും മകനും തമ്മിൽ അടിയുണ്ടാവില്ലേ? മകൻ അവകാശപ്പെട്ടത് അപ്പൻ വിറ്റു തുലച്ചാൽ മക്കൾ ചോദിക്കില്ലേ? അപ്പോൾ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു അന്ധമായ അനുസരണം സഭയിലില്ല. നിങ്ങളത് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇതൊക്കെ തൊടും ന്യായങ്ങളാണ്. അപ്പോൾ ഈ നമ്മുടെ സിനഡ് പിതാക്കന്മാർ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ? അവരുടെ കാര്യങ്ങൾ വിജയിക്കാനായിട്ട് എല്ലാത്തിനെയും വ്യാഖ്യാനിക്കുക, തോന്നിയ പോലെ വ്യാഖ്യാനിക്കുക. നമ്മളുടെ കാര്യം വരുമ്പോൾ അവർ പറയും അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല, അത് ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്. ഇവർ വ്യാഖ്യാനങ്ങളുടെയും ഇവരുടെ രേഖകളുടെയും ഒക്കെ അധികാരം ഇതിന് പറയുന്നത് എന്താണെന്നറിയോ? അധികാര ദുർവിനിയോഗം, മിസ്യൂസ് ഓഫ് പവർ. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു കാര്യമാണ്. മിസ്യൂസ് ഓഫ് പവർ, അധികാരം. നിങ്ങൾ നോക്കുക, ഒരു കൊച്ചു കുട്ടിയെ അപ്പൻ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചാൽ അത് ഇന്ന് നിയമത്തിന്റെ മുമ്പിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കുറ്റമാണ്. അപ്പം പറയാണ്, എന്റെ കൊച്ചല്ലേ, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നോ, അത് അപ്പൻ ചെയ്താൽ, ഒരു അധികാരത്തിലിരിക്കുന്നവൻ ചെയ്താൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. കുറ്റത്തിന്റെ ആധിക്യം കൂടുതലാണ്, അല്ലെങ്കിൽ കുറ്റം ചാർത്തുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായി മാറും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാർ അറിഞ്ഞിരുന്നു കൊണ്ട് ഈ അതിരൂപതയെ ദ്രോഹിക്കുന്ന, ഈ അതിരൂപതയെ ശിഥിലമാക്കുന്ന, ഈ അതിരൂപതയുടെ മക്കളെ തമ്മിൽ അടുപ്പിക്കുന്ന ഇത്തരം സർക്കുലറുകളും കുറിപ്പുകളും കൊടുത്തുവിടുന്നത് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമല്ല. അത് സ്വീകരിക്കുന്നത് ക്രൈസ്തവമല്ല, അത് സ്വീകരിക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക് ഭൂഷണമല്ല. അത് എന്റെ വ്യക്തിത്വത്തെ, എന്റെ മനസ്സാക്ഷിക്കെതിരാണ്. എന്റെ മനസ്സാക്ഷിക്കെതിരായിട്ടുള്ള ഒന്നും ചെയ്യാൻ അതാണ് തോമസ് അക്വിനാസ് പറയുന്നത്. ഈ നിയമം നിന്റെ മനസ്സാക്ഷിക്കെതിരാണെങ്കിൽ നീ അത് ചെയ്യാതിരിക്കുന്നതാണ് നീ സഭയിൽ നിന്നും പുറത്തു പോകുന്നതിനേക്കാളും നിനക്ക് നല്ലതെന്ന്.
എന്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം, അത് മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്യാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നോക്കുക. ഈ ഉന്നതാധികാരികൾ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഞങ്ങൾ ചോദിച്ചു, ഉന്നതാധികാരികളുമായിട്ട് റോമിൽ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ അതിനൊരു മിനിറ്റ്സ് ഉണ്ടാവും. ആ മിനിറ്റ്സിന് ഐദർ പ്രോ മെമ്മോറിയ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫോളിയോ ഫിച്ചി എന്ന് പറയുന്നു. ഈ സിനഡിലുള്ള മെത്രാന്മാരും ഈ പെർമനന്റ് അംഗങ്ങളോട് ചോദിച്ചു, നിങ്ങൾ പറയുന്ന ഈ ഉന്നത അധികാരികളുമായി ആലോചിച്ചു എന്ന് പറയുന്ന സർക്കുലർ ഇറക്കിയപ്പോൾ അതിന്റെ മിനിറ്റ്സ് എവിടെയാ? അങ്ങനൊരു മിനിറ്റ്സ് ഇല്ല, ഞങ്ങൾ എഴുതിയെടുത്ത മിനിറ്റ്സേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, ഇതെന്തായി നടക്കണേ? ഇവർക്ക് ഒരു നിയമവും ബാധകമല്ലേ? ഒരു നിയമവും ബാധകം, കാനനവും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ കുറച്ചു പേർ തീരുമാനിക്കുന്നത് തീരുമാനമാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലക്ഷോപലക്ഷം വിശ്വാസികളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കാൻ എനിക്ക് നിങ്ങൾക്കാകുമോ? ആവോ? ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടായി സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടണം. പോരാട്ടം വീണ്ടും മുന്നോട്ട് പോകാനുള്ള ശക്തി തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.